അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ അബൂദറും ബിലാലും തമ്മിൽ ഒരു ശണ്ട കൂടി റളിയല്ലാഹു അൻഹുമാ. അവർ വഴക്ക് കൂടുന്നതിനിടയിൽ ദേഷ്യത്തിൽ അബൂദർ റളിയല്ലാഹു തആല അൻഹു ബിലാലിനെ ഇപ്രകാരം വിളിച്ചു, ഇബ്ന സൗദാ, കറുത്തവളുടെ മകനെ എന്ന്. ബിലാൽ റളിയല്ലാഹു തആല കേട്ട് സങ്കടമായി. ഈ പ്രശ്നം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയിലെത്തി. തങ്ങളുടനെ അബൂദറിനെ വിളിച്ചു വരുത്തി വളരെ ഗൗരവമായി ദേഷ്യത്തോടെ നബിതങ്ങൾ അബൂദർ റളിയല്ലാഹുവിനെ ഉപദേശിച്ചിട്ട് ചോദിച്ചു, യാ അബൂദർ ഇന്നക ഇംറഉൻ ഫീകൽ ജാഹിലിയ. അബൂദറെ, നിന്നിലിപ്പോഴും ജാഹിലിയ കാലഘട്ടത്തിലെ വർഗീയ ബോധം നിലനിൽക്കുന്നുണ്ടല്ലോ. നിന്നിലിപ്പോഴും ഇരുണ്ട യുഗത്തിലെ വിവരമില്ലാത്തൊരു കാലഘട്ടത്തിലെ സവർണ മേധാവിത്വമുണ്ടല്ലോ, നീ അതിട്ട് മാറ്റണം. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത വിഷമമായത്. അദ്ദേഹം കരഞ്ഞു, നബിതങ്ങളോട് പൊറുക്കലിനെ തേടുവാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി പോകുന്ന വഴിയിൽ ബിലാൽ റളിയല്ലാഹുവിനെ കാണുന്നു. ബിലാലിൻ്റെ മുമ്പിൽ അദ്ദേഹം കിടന്നു തറയിൽ. അദ്ദേഹത്തിൻ്റെ മുഖം മണ്ണിനോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ബിലാലെ, ഞാൻ നിന്നെ പറഞ്ഞതിന് പ്രായച്ചിത്തമാകണമെങ്കിൽ, അല്ല എനിക്ക് പുറത്തു തരണമെങ്കിൽ നിൻ്റെ ആ കാൽപാദം കൊണ്ട് എൻ്റെ കവിളത്ത് ചവിട്ടണം, അല്ല ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുകയില്ല. ബിലാൽ റളിയല്ലാഹു തആല അൻഹു വിസമ്മതിച്ചു, അതിന് തയ്യാറായില്ല. വീണ്ടും അബൂദർ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കണമെന്ന് നിൻ്റെ ആ പാദം എൻ്റെ കവിൾത്തടത്തിൽ സ്പർശിക്കണം, അല്ലാതെ ഞാൻ എഴുന്നേൽക്കുകയില്ല. ബിലാൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ആ കവിൾത്തടത്തിൽ മുത്തം കൊടുത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരു അടിമയ്ക്ക് കൊടുത്ത സ്ഥാനം ഏതാണ്? ഒന്ന്, കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചു പോയതിൻ്റെ പേരിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പ്രഗത്ഭനായ സഹാബിയാണ്. ഒരു ഗോത്രത്തിൻ്റെ തലവനാണ് അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനോട് നബി തങ്ങൾ വല്ലാതെ ദേഷ്യപ്പെട്ടു, പ്രിയപ്പെട്ട ബിലാലിനെ നീ അങ്ങനെ പറയാൻ പാടില്ല എന്ന്. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത സ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? ചരിത്രത്തിൽ നമുക്കതൊക്കെയും സുപരിചിതമാണ്. പരിശുദ്ധമായ ഇസ്ലാമിൽ അടിമത്തമില്ല. അടിമത്തം ഇസ്ലാമിന് അന്യമാണ്. പുരാതന കാലഘട്ടത്തിൽ ഗോത്ര സംസ്കാരങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണ്, സമ്പ്രദായമാണ് അടിമത്തം. ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ മാതാപിതാക്കൾ അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ജന്മം കൊണ്ട് അടിമയായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ വായു അദ്ദേഹം ശ്വസിച്ചത് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടാണ്. ഉമയ്യത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ യജമാനൻ ക്രൂരമായി അദ്ദേഹത്തെ പീഡിപ്പിച്ചിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട്. അടിമയാണെന്നറിയുവാൻ ചുട്ടുപഴുത്ത ചെമ്പ് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുതുകിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം പരിശുദ്ധമായി ഇസ്ലാം സ്വീകരിച്ചറിഞ്ഞതുകൊണ്ട് ഉമയ്യത്ത് ഒരുപാട് പീഡനങ്ങൾ ബിലാലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മക്കയിൽ ഒരു അടിമയ്ക്ക് കിട്ടുന്ന വിലകൾ ഏറ്റവും വലിയ വില കൊടുത്തുകൊണ്ട് ബിലാലിനെ മോചിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് അത് വല്ലാത്ത സന്തോഷമായി. പരിശുദ്ധമായ ഖുർആൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ ദാനധർമ്മത്തെ, ഈ അടിമയെ മോചിപ്പിച്ചതിനെ പ്രശംസിച്ചുകൊണ്ട് ആയത്തിറക്കി. വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുഅ്തി മാലഹു യതസക്ക വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ. നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഏറ്റവും പരിശുദ്ധനായ ഒരാൾ ആരെന്നറിയുമോ? അത് തൻ്റെ സമ്പത്തിനെ അള്ളാഹുവിന് വേണ്ടി ദാനധർമ്മം ചെയ്തയാളാണ്. ഇത് സൂചിപ്പിച്ചത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെയാണെന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇത്രയും വലിയ വില കൊടുത്ത്, നമ്മൾ ഇന്നത്തെ ചിലപ്പോൾ ലക്ഷങ്ങൾ മതിക്കുന്ന ദീനാർ കൊടുത്തുകൊണ്ട് ബിലാലിനെ മോചിപ്പിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞു, എന്തോ നേരത്തെ ഒരു ഉപകാരം ബിലാൽ ചെയ്തിട്ടുണ്ട് അബൂബക്കറിന്, അതിനു പകരമായിട്ട് ഈ മോചനം നടത്തിയതാണ് എന്ന്. ഖുർആൻ പറഞ്ഞു, വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ. അദ്ദേഹത്തിന് പ്രത്യുപകാരമായിട്ട് കൊടുക്കാൻ ആരും ഒരു ഉപകാരവും അബൂബക്കറിന് ചെയ്തിട്ടില്ല. ഇല്ല ബിത്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅലാ. ഉന്നതനായ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. വലസൗഫ യർളാ. അദ്ദേഹം പിന്നെ ആ ചെയ്ത അമലിൻ്റെ പേരിൽ അള്ളാഹ് പ്രതിഫലം കൊടുക്കുമ്പോൾ തൃപ്തിപ്പെടുകയും ചെയ്യും. പ്രിയമുള്ളവരെന്ന് ആലോചിച്ച് നോക്കിൻ, ഒരു അടിമയെ മോചിപ്പിച്ചതിന് പരിശുദ്ധമായ ഖുർആൻ ഇത്രത്തോളം അബൂബക്കറിനെ പ്രശംസിച്ചുവെങ്കിൽ
ഇതുപോലെ നമ്മൾ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പല പല തെറ്റുകളും ചെയ്യുന്നതിന് പ്രായശ്ചിത്തമായിട്ട് ഖുർആൻ കൽപ്പിച്ചത് അടിമയെ മോചിപ്പിക്കുവാനാണ്. സ്വർഗത്തിലേക്കുള്ള വലിയ കടമ്പ നിങ്ങൾ കടക്കുവാൻ ഒന്നാമതായിട്ട് അല്ലാഹ് പറഞ്ഞ സുഹൃതം അടിമയെ മോചിപ്പിക്കല. ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ. നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള കടമ്പ കടക്കണമെങ്കിൽ അതിലേറ്റവും ഉന്നതമായത് ഫക്കു റഖബ, അടിമയെ മോചിപ്പിക്കലാണ്. ബിലാൽ റളിയല്ലാഹു തആല നമുക്ക് തിരിച്ചു വരാം. മദീനയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവിടം വിട്ടു പോയ ആളാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? തിരുനബി എന്നോട് കാണിച്ച സ്നേഹവും വാത്സല്യവും ഇനി എനിക്ക് കിട്ടുകയില്ല. ഒരടിമ എന്നുള്ള നിലയിൽ നിബിതങ്ങൾ എനിക്ക് തന്ന സ്ഥാനം ഇനി എനിക്ക് മദീനയിൽ ലഭിക്കുകയില്ല എന്ന് ആശങ്കപ്പെട്ടിട്ടാണല്ലോ, ഇനി റസൂലുള്ളാഹിയുടെ ഓർമ്മയുമായിട്ട് എനിക്ക് മദീന നിൽക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണല്ലോ മദീന വിട്ടുപോയത് ബിലാൽ റളിയല്ലാഹു തആല അൻഹു. അടിമകളെ അടിച്ചമർത്തി അവർക്കൊരു അവകാശവും കൊടുക്കാതെ അവരെ കൊണ്ട് പണി ചെയ്യിപ്പിച്ച് മുതലാളിമാർ ജീവിച്ച കാലത്താണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വല അബ്ദുൻ മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്കിൻ വലൗ അജബക്കും. തീർച്ചയായിട്ടും ഒരു സത്യവിശ്വാസിയായ അടിമ അതൊരു ബഹുദൈവ വിശ്വാസിയേക്കാൾ ഉത്തമമാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ. ഖുറൈശികൾ നബി തങ്ങളോട് പറഞ്ഞൊരു പരാതി, ഞങ്ങൾ നിന്നെ അംഗീകരിക്കാത്തതിൻ്റെ കാരണം എപ്പോൾ നോക്കിയാലും നിൻ്റെ ചുറ്റും ഇരിക്കുന്നത് കുറേ അടിമകളാണ്, കുറേ അധസ്ഥിത വിഭാഗമാണ്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് എങ്ങനെ അവരോടൊപ്പം വന്ന് ഇരിക്കാൻ കഴിയുമെന്ന് ഖുർആനാണ് അതിന് മറുപടി കൊടുത്തത്. നബിയെ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി യുരീദൂന വജ്ഹ. ഈ ഖുറൈശി പ്രമാണിമാരുടെ വാക്ക് കേട്ടിട്ട് അങ്ങയുടെ ചുറ്റുഭാഗത്തുള്ളവരെ ആട്ടി ഓടിക്കരുത്. തങ്ങൾ രാവും പകലും അവരോടൊപ്പം ഇരിക്കണം, ക്ഷമിച്ചിരിക്കണം. അവർ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നവരാണ്. അവർ കൂടിയവരാണോ കുറഞ്ഞവരാണോ അവർണരാണോ സവർണരാണോ എന്നല്ല നോക്കുന്നില്ല. അവരുടെ ഗുണം അവർ അല്ലാഹുവിനെ ആത്മാർത്ഥമായി ദിക്ർ ചൊല്ലുകയാണ്. വലാ തഅദു ഐനാക അൻഹും തുരീദു സിനത്തുൽ ഹയാത്തി ദുനിയ. ഈ ഭൗതിക ലോകത്തെ ഭംഗി കണ്ടിട്ട് അതിലേക്ക് തങ്ങൾ ആകർഷിച്ചിട്ട് ഈ പാപങ്ങളിൽ നിന്ന് അങ്ങ് കണ്ണു മാറ്റരുത് നബിയെ. വലാ തുതിഇ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാ വകാന അംറുഹു ഫുർതാ. ദുനിയാവിൽ പല ആളുകളും കാണും, അവർക്ക് ദുനിയാവിൻ്റെ സ്ഥാനമാനങ്ങളാണ് ആഗ്രഹം, ദുനിയാവിലെ ആഡംബരമാണ് അവരുടെ താല്പര്യം. അതിൻ്റെ പിറകെ പോയിട്ട് അവരുടെ സ്വന്തം ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെയും ദുരാഗ്രഹങ്ങളെയും പിൻപറ്റി ജീവിക്കുന്നവരുടെ പിറകെ അങ്ങ് പോകരുത് നബിയെ. അങ്ങയ്ക്കുത്തമം അള്ളാഹുവിനെ ഓർക്കുന്ന ഈ പാവങ്ങളായ അടിമകളോടൊപ്പം ഇരിക്കലാണെന്ന് അള്ളാഹു തആല തങ്ങളോട് കൽപ്പിക്കുകയാണ്.